പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആകെപ്പാടെ മാനസികമായിട്ട് തകർന്നു പോയി. കേട്ടോ, ഇത്രയും വെള്ളമുള്ളൊരു കിണറാ സെപ്റ്റി ടാങ്ക് താഴ്ത്തിക്കൊണ്ട് പോയി. കഷ്ടമായി. അപ്പോൾ സെപ്റ്റി ടാങ്ക് താഴ്ത്തുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ട് വെള്ളം കിട്ടിയ കിണറായിരുന്നു അല്ലേ അത്? സമൃദ്ധമായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇവിടെ സെപ്റ്റി ടാങ്ക് വന്നതുകൊണ്ട് പ്രശ്നം പറ്റിയതാ. കോളിഫോം വന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഗ്യാപ്പ് ഇട്ട് താഴ്ത്തണമായിരുന്നു. 7 മീറ്ററൊക്കെ മതിയെന്നാണ് പറയുക. പക്ഷേ ഇതിൻ്റെ നേരെ മുകളിൽ തന്നെ ചെയ്യാൻ പാടില്ല. ഇത്രയും ഹൈറ്റിൽ നന്നായിട്ട് വെള്ളം കിട്ടിയൊരു സ്ഥലമല്ലേ. പക്ഷെ ഒരു സെപ്റ്റി ടാങ്ക് താഴ്ത്തിയോടുകൂടി ആ വെള്ളം കിണറൊക്കെ നശിച്ചു പോയി. ഇതിനകത്ത് ഈ കോളിഫോം എന്ന് പറയുന്ന ബാക്ടീരിയാസ് ഉണ്ട്. ഈ ബാക്ടീരിയ മനുഷ്യ വിസർജനത്തിൽ മാത്രമുള്ളതാണ്. അപ്പോൾ ഈ ബാക്ടീരിയ നമ്മുടെ കിണറിൻ്റെ വെള്ളത്തിലെത്തിയാൽ വയറുവേദന, വയറിളക്കം, വയറുകടി, അതുപോലെ ഈ പനി, നമുക്ക് ആവശ്യമില്ലാത്ത അസുഖങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാവും. ഇവിടെ തൊട്ടടുത്ത് പാറയല്ലേ, ഈ പാറയിൽ നിന്ന് നേരെ വെള്ളം ഒഴുകി ഇങ്ങോട്ടെത്തും. അപ്പൊ അത് 10 മീറ്റർ നോക്കിയിട്ട് കാര്യമില്ല. നമ്മൾ പ്രായോഗികമായിട്ടുള്ള ചില ബുദ്ധിയിലൂടെ ചിന്തിച്ച് വേണം അത് ചെയ്യാൻ. ആരോടെ പറഞ്ഞ ഇതിനു മുമ്പ് ഈ സ്ഥാനം കണ്ട ആളോട് പറഞ്ഞതാ. നമ്മളിതിലെ വാസ്തു നോക്കുമ്പോൾ ചില പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളൂടെ നോക്കണം. ഇതിപ്പോ ഇതിനടിയിൽ നേരെ ഒരു പാറ, ആ പാറയിലൂടെ നേരെ ഒഴുകി വെള്ളം ഇതിനകത്ത് എത്തും എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്ന കാര്യമാണോ? ഉറപ്പാണല്ലോ. അതിപ്പോ വാസ്തു അറിയാവുന്ന ഒരാൾ വന്നിട്ട് അത് എത്തൂല എന്ന് പറഞ്ഞാൽ എത്തും. അതിൻ്റെ പ്രായോഗികമായ ഐഡിയ എന്ന് പറയുന്നത് ഇത് അതിനകത്ത് വെള്ളം വീഴുമ്പം ആ വെള്ളത്തിൻ്റെ ഒപ്പം ഈ കുമ്മായവും ഇതും കൂടെ ഈ ഇതിനകത്തൂടെ ഇങ്ങനെ ഒഴുകുമ്പം ഇതിനകത്തുള്ള ഈ അണുക്കളൊക്കെ ചത്തുപോകും, ഈ ഏരിയയിലൊക്കെ ചത്തുപോകും. ആ വെള്ളം പിന്നെ അതിനകത്തോട്ട് വരാൻ തുടങ്ങുമ്പോൾ കാലക്രമേണ പെട്ടെന്ന് 1 മാസം 2 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ പറ്റൂല. 2 3 4 വർഷം കൊണ്ട് നിങ്ങൾക്ക് ഈ കിണറിലെ വെള്ളം ഉപയോഗിക്കാൻ പറ്റും. അതാ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അനുയോജ്യമായ സ്ഥലമാണോ, ഏത് ദിക്കിലേക്കാണ് വെക്കേണ്ടത്, 2 ദിക്ക് ഉപയോഗിച്ച് L ഷേപ്പിൽ വീട് വെക്കാൻ പറ്റുമോ, വീടിൻ്റെ മെയിൻ ഡോർ ഏത് ദിക്കിലാണ് നല്ലത്, 2 നില വീടാണോ അത് 1 നില വീടാണോ നല്ലത്, റോഡിൽ നിന്ന് മെയിൻ എൻട്രൻസ് എവിടെയാണ് വേണ്ടത്, ഗേറ്റ് ഏത് സൈഡിലാണ് വെക്കേണ്ടത്, എങ്ങോട്ടാണ് തുറക്കേണ്ടത്, അടുക്കളയുടെയും കക്കൂസിൻ്റെയും 3-4 മുറികളുടെയും സ്ഥാനങ്ങൾ, കക്കൂസ് കുഴിയുടെയും വേസ്റ്റ് കുഴിയുടെയും സ്ഥാനം, കാർപോർച്ചിൻ്റെ സ്ഥാനം, കാർപോർച്ചിൻ്റെ വീടിനോട് ചേർന്നല്ല എങ്കിൽ അതിനുള്ള സ്ഥാനം, പട്ടിക്കൂടിൻ്റെ സ്ഥാനം, ഒരു കുഴൽ കിണർ കുത്തുവാണെങ്കിൽ അതിനുള്ള സ്ഥാനം, ഓപ്പൺ വെല്ലുണ്ട്, ഒരു ഷെഡ് വേണമെങ്കിൽ അതിനുള്ള സ്ഥാനം, മതിൽ കെട്ടി തിരിക്കാനുള്ള സ്ഥാനം, ഇതിൽ ഉൾപ്പെടുത്താത്ത ഏറ്റവും ആവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ, വീട് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ബൗണ്ടറി തിരിക്കേണ്ട സ്ഥാനം. ഇതെല്ലാം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞ് മാർക്ക് ചെയ്ത് തരാം. കുഴപ്പമില്ല. സാധനം എന്ത് ഇവിടെ ഇരുന്നു എല്ലാം വെട്ടിക്കളയണം. പ്ലാവും ഇതെല്ലാം ഓക്കെ, അടിച്ചു കാത്തു വിടണം. നമ്മൾ ഇത്ര ഏരിയയിൽ പട്ടീനെ കൊണ്ട് കെട്ടിയാൽ നല്ല ആരോഗ്യമുള്ള പട്ടിയൊക്കെ ആയിരിക്കും. ഇത് ഒരു 6 മാസം കഴിയുമ്പോൾ എൻ്റെ രോമം കൊഴിഞ്ഞു, എന്തെങ്കിലും അസുഖം വരും, ഇത് ചത്തുപോകും. അപ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയും നമ്മുടെ പറമ്പിൽ ഈ പട്ടി വാഴുമില്ലാത്തതുകൊണ്ടാന്നൊക്കെ പറയും. അത് വെറുതെ പറയുന്ന. അത് ചില പറമ്പിനനുസരിച്ച്, ചില സ്ഥലത്തിനനുസരിച്ച് ചില ഏരിയയിൽ വെക്കാൻ പാടില്ല എന്നുണ്ടാവും. അപ്പോൾ പൊതുവേ ഇങ്ങനെയുള്ള ഏരിയയിൽ വെക്കാൻ പാടില്ല, പിന്നെ ഏതെങ്കിലും സ്ഥലത്ത് വെക്കാൻ പാടില്ല, ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ വെക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് മാറ്റി അതിനൊന്നും പ്രശ്നം വരില്ല. ഈ ഏരിയയിൽ വെക്കരുതെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ഇത്രയും ചെയ്തപ്പം ബാക്കി കാര്യം കൂടെ അറിയാം, ചെയ്ത ആൾ തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഓക്കെ നല്ല ബെനിഫിറ്റ് ആവും. അപ്പോൾ ഞാൻ തന്നെ വീട് പണിത് തരണമെന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ റെഡിയാക്കി തരാം, അത് പ്രശ്നമില്ല. ഞങ്ങൾ പണിയുമ്പോൾ കംപ്ലീറ്റ് വാസ്തുവും എല്ലാം കറക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അതിലെ ടെൻഷനൊന്നുമില്ല. കൂടുതലായിട്ടൊന്നും നിങ്ങൾ വന്ന് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ഞങ്ങൾ പണിതതിന് ശേഷം നിങ്ങൾ വാസ്തു അറിയാവുന്ന ആരെങ്കിലും കൊണ്ടുവന്ന് കാണിച്ചു, ഒക്കെ ക്ലിയർ ആയിരിക്കും. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ വൈഫിൻ്റെ നമ്പറാണ്. അമ്മച്ചിക്ക് ഇത്തരം പ്രായമുള്ള ആളാണ്. എന്നെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വൈഫിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ഇങ്ങനെ ഇന്ന സ്ഥലത്ത് നിന്നാ ഒരു അമ്മച്ചിയെ വിളിക്കണേ, ഞങ്ങളിവിടെ വീട് പണിയാനായിട്ടൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, സാറിനെ വിളിച്ചിട്ട് കിട്ടണില്ലല്ലോ എന്ന് പറഞ്ഞേരെ. സാറിനൊന്നും പറയണ്ട, മോൻ എന്ന് പറഞ്ഞാൽ മതി.